എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ നാട്ടിലൊക്കെ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന, നമ്മളിപ്പോൾ മായൊന്നും ചേർക്കാത്ത അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാത്ത പാലിൽ നമുക്കൊന്ന് വറ്റിച്ചെടുത്താലും നമുക്കത് ഐസ്ക്രീം ഉണ്ടാക്കാം. പക്ഷേ ഞാനിവിടെ നിന്ന് ഒന്ന് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്രീമിനോട് തുല്യമായിട്ട് നമുക്ക് നാട്ടിലെ പാല് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്കിന് നമുക്ക് ക്യാനായിട്ട് നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ഞാൻ ഇവിടെ തന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുവാണ്. നമുക്കൊരു ഷുഗറും പാലും വെച്ച് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുവാണ്. പിന്നെ അതിന് ഫ്ലേവറായിട്ടുള്ള സ്ട്രോബെറിയും പിന്നെ ഞാനൊരു മാംഗോൻ്റെ ഒരു ഫ്ലേവറുമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് കിറ്റ്കാറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം. നമുക്ക് ആദ്യം തന്നെ കണ്ടൻസ് മിൽക്ക് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. നമുക്ക് ആദ്യം തന്നെ 1 ലിറ്റർ പാലിൽ ഒരു 600 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്, വൈറ്റ് ഷുഗർ. നമ്മളതൊന്ന് ലോ ഹീറ്റിലൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏത് സമയം ഒന്ന് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കിതിൻ്റെ ഒരു ഹാഫ് മേളിൽ നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കണം ഈ പാല്. ഞാൻ ഒരു ലിറ്റർ പാല് നമുക്കൊരു 600 ml എങ്കിലും നമുക്കൊന്ന് ആക്കിയെടുക്കണം. നമുക്ക് ആ ഷുഗർ ഇട്ടൊന്ന് തിക്കൻ ചെയ്തെടുക്കണത്. അപ്പോൾ ലോ ഹീറ്റ് ഇട്ടാൽ മതി. പാല് തിളച്ച് കഴിഞ്ഞിട്ട് ഒരിക്കലും ഹൈ ഹീറ്റിൽ വേവിക്കരുത്. നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് കിട്ടുന്നത്. നമ്മൾ എടുത്ത പാലിൻ്റെ പകുതി ആയിട്ടുണ്ട്. അത് നമ്മൾ തിളപ്പിച്ച് ഇനി നമ്മളൊന്ന് കൂൾ ചെയ്യാൻ വെക്കുകയാണ്. കൂളിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാൻ ഒരു 750 ml ക്രീമാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഒരു 500 ml കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. വിസ്ക് അടക്കം നമ്മളിപ്പോൾ ബീറ്ററിൻ്റെ ആ വിസ്ക് ഞാൻ ഊരി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ഐസ്ക്രീം നന്നായിട്ട് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ക്രീം. ഇനി നമ്മൾ ഈ ക്രീം നമ്മുടെ കണ്ടൻസ് മിൽക്കിലേക്ക് ഒന്ന് ആഡ് ചെയ്യാണ്. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പ്യൂരിയാണ്. അപ്പോൾ ഞാൻ ഒരു മാംഗോ ഐസ്ക്രീമും സ്ട്രോബെറി ഐസ്ക്രീമുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്ട്രോബെറി പ്യൂരി ഉണ്ടാക്കണം, മാംഗോ പ്യൂരി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാം. നമുക്ക് ഇപ്പോൾ ഞാൻ 2 പ്യൂരേ ഞാൻ ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ സ്ട്രോബെറിയും റെഡിയാക്കി, മാംഗോയും പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് 2 പാത്രത്തിലേക്ക് മാറ്റുവാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്രീം 2 പാത്രത്തിലേക്ക് മാറ്റുവാൻ പോവാണ്. അപ്പോൾ ഞാൻ നമുക്കൊരു 1.25 ലിറ്റർ നമുക്ക് ക്രീമുണ്ട് മൊത്തം. അപ്പോൾ ഞാനതൊരു പകുതിയാക്കാണ്.
ഇതിപ്പോൾ നമുക്ക് 2 പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഞാൻ ഈ 2 പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഈ പ്യൂരി ഒന്ന് ആഡ് ചെയ്യാണ്. സ്ട്രോബെറി, നമ്മളിത് ഫ്രഷ് ചേർത്തുകൊണ്ടാണ് ഈ കളറ് കുറച്ച് ലൈറ്റായിരിക്കും സ്ട്രോബെറിയുടെ കളറ്. പക്ഷേ നമുക്ക് താല്പര്യമുള്ളവർക്ക് ഫുഡ് കളറൊക്കെ ചേർക്കാം, അപ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് കളർ കിട്ടും. ഞാനത് ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളിത് റാപ്പ് ചെയ്ത് ഒന്ന് ഫ്രീസറിൽ വെക്കാണ്. അപ്പോൾ മാംഗോയും ഞാൻ ചേർക്കാണ് ഇതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്കിത് രണ്ടും നമ്മൾ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാണ്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം. ഞാനിനി 2 ഫ്ലേവറും ഫ്രീസറിൽ വെക്കാണ്. നമ്മളിനി അത് 1 മണിക്കൂറാണ് വെക്കാൻ പോകുന്നത് ആദ്യം. ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇത് വിസ്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും വെക്കും. അപ്പോൾ ഞാൻ ആ വിസ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി കാണിക്കാതെ. ഇത് ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്താണ്. ഇനി നമ്മളിതൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കും ഫ്രീസായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും ശരിക്കും ഐസ്ക്രീമിനായിട്ട് ഫ്രീസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സ്ട്രോബെറിയുടെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് റാപ്പ് ചെയ്ത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ട്രേയിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഞാനൊന്നുകൂടി നമുക്കൊന്ന് കട്ടിയായി തുടങ്ങിയിട്ട് നമുക്ക് ആ ലംസൊന്നും പിന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തത്. ഞാൻ മാംഗോ ഐസ്ക്രീം ഇതിനകത്തേക്ക് ഒരു പകുതി മാറ്റാണ്. നമുക്ക് ഈ കിറ്റ്കാറ്റ് ഒന്ന് ഇതിൻ്റെ മേളിലൊന്ന് ഞാൻ അറേഞ്ച് ചെയ്യാണ്. ഇനി നമുക്ക് ഈ സ്ട്രോബെറിയും ഇതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് ഐസ്ക്രീം മേക്കർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇത് അടിച്ചെടുക്കുന്നത്. നമുക്ക് ഐസ്ക്രീം മേക്കർ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ റെഡി ആക്കിയപ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി. നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി ഐസ്ക്രീം ആക്കി നമുക്ക് തരും.
ഇത് നമ്മൾ ഇതേപോലെ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ മേളിലേക്ക് ഒഴിക്കുകയാണെന്ന്. നമ്മൾ ഡബിൾ കളറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. ഇനി നമ്മളൊരു 12 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐസ്ക്രീമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാനൊന്ന് റാപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് റെഡിയാക്കി ഫ്രീസറിൽ വെക്കട്ടെ. ഞാനിപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിൽ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പല മോഡലിലും ഇത് ചെയ്യാം. ഒരു കളർ മാത്രമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 കളറൊന്ന് മിക്സ് ചെയ്തു എന്നുള്ളൂ. നമ്മളിത് നാളെ നമുക്ക് എടുക്കാം. ഇതിങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കാം. നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മുറിച്ച് നോക്കണം. നമുക്ക് ആദ്യം തന്നെ ഒന്ന് എടുക്കാം. ഇതിന് ഞാനൊരു അല്പനേരം ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചായിരുന്നു. എന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് വിട്ടു പോരുള്ളൂ. അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യണം. കണ്ടോ, നല്ല ഭംഗിയായിട്ടായിരിക്കണേ. നമുക്ക് നല്ല ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഐസ്ക്രീം. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.